a proud 30-year legacy in the food industry, Asian's Food is a well-known brand that has made its mark through its commitment to quality, authenticity, and innovation in culinary products. Under the leadership of Mr. Soji Verghese, the company has grown steadily, bringing the rich flavors of Asia to households and businesses alike. Today, we will be getting to know more about his inspiring entrepreneurial journey, the challenges faced, the values that guided his success, and his vision for the future of Asian's food. Good morning, everyone. Today we are truly honored to have with us the renowned owner of Asian's Food, Mr. Soji Verghese. It's our privilege to welcome such an inspiring entrepreneur. Welcome, sir. Sir, ആദ്യം തന്നെ ഏഷ്യൻ ഫുഡ്സിന്റെ ഒരു ബ്രീഫ് ജേർണി പറയാമോ? സ്റ്റാർട്ടിങ് നമ്മൾ 30 വർഷത്തോളം 30 വർഷം സമയത്ത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇല്ല, നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. സന്തോഷമുണ്ട്. ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രീനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് നമ്മൾ മധ്യ ഭാഗത്തില്ല ബിസിനസ്. അതായത് നമ്മുടെ രീതിയിൽ റെസിപ്പി ഉണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിച്ചതാണ് ഒരു ബ്രാൻഡായിട്ടോ അപ്പോസോ ഉള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഏരിയയിലായിരുന്നു. എല്ലാ സർക്കാർ കൂടി അതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഫാദർ ബിസിനസ് തന്നെയായിരുന്നു. അന്ന് മാത്രം ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എത്തിച്ചിട്ടുള്ള റേറ്റ് കൂടുതലായിരുന്നു. മാർക്കറ്റിലുള്ള ക്വാളിറ്റി കുറഞ്ഞുള്ള മറ്റേ അന്നത്തെ ആൾക്കാർ മോശമായിട്ട് പറയല്ല, അന്നത്തെ ആൾക്കാർ സെയിൽ ചെയ്തു. എന്നാൽ ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള നമ്മളൊരു നമ്മൾ നേരിട്ട് തന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ഇറങ്ങി കസ്റ്റമേഴ്സിന് സർക്കാർ സാമ്പത്തിക കൊടുക്കുന്നതൊക്കെയാണ് തീർച്ചയായിട്ടും ഇതൊരു വിജയിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്ന ബിസിനസ് ഞാൻ ചെയ്യുന്ന ബിസിനസ് മറ്റൊരാൾ ചെയ്യാവുന്ന രീതിയിൽ തന്നെ എടുക്കാറ്. നമുക്കൊരു പാഷനോട് കൂടിയ ബിസിനസ് നമുക്ക് പഠിക്കുക, ഏത് ബിസിനസ് ചെയ്താണ് ചെയ്യാൻ പറ്റുന്ന വിജയിക്കുന്ന ബിസിനസ് പറഞ്ഞു. നമുക്ക് സ്വപ്നമാണ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും പോകുന്ന ആഗ്രഹമുണ്ടോ നല്ല രീതിയിൽ തന്നെയാണ് ഒരു ബിസിനസ് മുമ്പോട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ വാങ്ങാൻ ശ്രമിച്ചിട്ട് മാത്രമേ ഇതുപോലെ വിജയിക്കത്തുള്ളൂ. ഞങ്ങളുടെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വിശ്വാസമാകുന്ന സ്റ്റാഫുകൾ കൃത്യസമയത്ത് ഞങ്ങൾ സാധനം ഷോപ്പിൽ എത്തിച്ചു. ഫസ്റ്റ് ടൈമിൽ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഞങ്ങൾ ഇറക്കുന്ന പ്രോഡക്റ്റിന് നേരെ പകുതി വിലയ്ക്ക് നമ്മുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേനും മാർക്കറ്റിൽ നേരിട്ട് വിലയിട്ട് ഞാൻ പോകാറുണ്ട്. അങ്ങനെ ആ റേറ്റിൽ പോകാതെ വന്ന സമയത്ത് നിർത്തിയാലോ എന്ന് ആലോചിച്ചു. എന്നാലും ആദ്യം നമ്മുടെ സാധനങ്ങൾ മേടിച്ച വ്യക്തികളുണ്ട്. അത് പിന്നെയും നമ്മളോട് സാധനങ്ങൾ ചോദിച്ചു, സാധനം കൊള്ളാമെന്നുള്ളത് പിന്നെ നമ്മളോട് സപ്പോർട്ട് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് നിർത്തിയ ബിസിനസ്സാണ് പിന്നെയും ഡെവലപ്പാക്കി എടുക്കും. യൂറോപ്പിലുണ്ട്, എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഇപ്പൊ നമ്മള് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് മന്ത്രിമാരുള്ളൂ. അടുത്ത് തന്നെ കേരള ചെയ്യും, ഇന്ത്യയിൽ മൊത്തമാണെന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാത്ത രാജ്യങ്ങളിലേക്കും എത്തിക്കുകയാണ്. ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് ഇത് നമ്മള് ബിസിനസ് തുടങ്ങി വെച്ചിട്ട്
നമ്മൾ വീട്ടിൽ പോയി ഉറങ്ങുമ്പോൾ ടൂറിന് പോയിട്ട് കാര്യമില്ല. ഈ ബിസിനസ്സിൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കാരണം ബിസിനസ് എത്ര നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതകാലം എന്ന രീതിയിൽ ബിസിനസ്സിൽ കൂടെ നിന്നാലേ വിജയിക്കുന്നത്. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ ഉറക്കളയ്ക്കേണ്ട സമയം കാണും, അങ്ങനെ ആ സമയം കിട്ടിയിരുന്നില്ലായെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് കഴിവുള്ള ആൾക്കാർ ബിസിനസ്സിൽ കാണുന്നത്. പൈസ മുടക്കി ചെയ്യണമെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ. Thank you for your advocacy, sir.